ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ അച്യുതനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്യുതൻ്റെ മുക്കിൽ നിന്ന് ബ്ലഡ് വരുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും അച്യുതൻ പറയുന്നുണ്ട്, മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയാണ്, ഭയങ്കര ചുമ പിടിച്ചു. ചുമ പിടിച്ചിട്ടാണെങ്കിൽ ചുമക്കുമ്പോഴേ ചുമച്ച് അങ്ങനെ തൊണ്ട പൊട്ടിയിട്ട് ചോര വന്നതാ മോളെ. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും ഒന്ന് ഡോക്ടറെ കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഭൂമിയും അതുപോലെ തന്നെ അച്യുതനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. അങ്ങനെ ഡോക്ടർ അച്യുതനെ പരിശോധിക്കുന്നുണ്ട്. അച്യുതൻ പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു കുഴപ്പമില്ല, ഇതൊക്കെ ഇവിടെ ടെൻഷൻ കൊണ്ട് ഇവള് കൊണ്ടുവന്നതാണ്. എന്നാലും നമ്മളൊന്ന് നോക്കട്ടെ, ബ്ലഡ് വരുന്നത് നിസ്സാര കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഇത്രയും പഠിപ്പും വിവരമൊക്കെ ഉള്ള വ്യക്തിയല്ലേ, അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നോക്കണം. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ തൊണ്ട മുറിഞ്ഞിട്ടും ചോര ഇതുപോലെ പോവാറുണ്ട്, പക്ഷെ അത് തന്നെയാണ് നമുക്ക് ഉറപ്പ് വരുത്തണമല്ലോ. അതുകൊണ്ട് ഒരു 2 ടെസ്റ്റ് നടത്തണം, പിന്നെ ഒരു എക്സ്റേ എടുക്കണം എന്നൊക്കെ പറയാണ്. ശരി സർ, അതൊക്കെ ചെയ്തോളാം എന്ന് ഭൂമി പറയുന്നുണ്ട്. അങ്ങനെ നേഴ്സ് പോയിട്ട് എക്സ്റേയും സ്കാനിങ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ശേഷം ഡോക്ടർ അതൊക്കെ പരിശോധിക്കുകയാണ്. ഭൂമിയും അച്യുതനും ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. ഡോക്ടർ എന്താ പറയുന്ന ആലോചിച്ച് ഭൂമിക്ക് ആകെ ടെൻഷനാണ്. അച്യുതൻ പറയുന്നുണ്ട്, മോളെ നീ എന്തിനെങ്കിലും ടെൻഷൻ ആവണത്? നീ പേടിക്കാനായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. നിന്റെ ടെൻഷൻ കണ്ട് എന്നെയും കൂടി നീ ടെൻഷൻ ആക്കുമല്ലോ. മോളെ, അച്ഛന് വലിയ അസുഖമൊന്നും ഇല്ലടി. നിന്റെ വിവാഹവും കഴിഞ്ഞ് നിന്റെ കുട്ടികളെയും കണ്ട് നിന്റെ ഭർത്താവിനൂടെ നീ സുഖമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് ഈ അച്ഛൻ കണ്ണടയ്ക്കുള്ളൂ. നീ ഇങ്ങനെ ടെൻഷൻ ആവില്ല അച്ഛാ. ഈ സമയത്ത് ഇങ്ങനത്തെ വർത്താനൊന്നും പറയല്ലേ കേട്ടോ, എന്നെ വിഷമിപ്പിക്കല്ലേ കേട്ടോ. അയ്യോ ശരി, ഞാൻ ഒന്നും മിണ്ടുന്നില്ല പോരെ എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം സിസ്റ്ററിനോട് പറയണ്ടേ, അച്യുതൻ എന്ന് പറഞ്ഞ ആളെ വിളിക്കേണ്ട, അയാളുടെ മകളുണ്ടല്ലോ ഭൂമി, അതിനെ മാത്രം വിളിച്ചാൽ മതി. ശരി ഡോക്ടർ എന്ന് പറയണ്ടേ. അങ്ങനെ നേഴ്സ് വരുമ്പോഴേക്കും നമ്മുടെ അച്യുതനും ഭൂമി ഇങ്ങനെ ഡോക്ടറിന്റെ റൂമിലേക്ക് പോകുമ്പോഴേക്കും നേഴ്സ് പറയുന്നുണ്ട്, അതെ അച്ഛൻ ഇവിടെ ഇരുന്നോളൂ കേട്ടോ, ഭൂമിജ എന്നല്ല പേര്. അതെ, മാഡം വന്നോളൂ എന്ന് പറയാണ്. അതെന്താ ഞാൻ വന്നാലേ? അല്ല ഡോക്ടർ ഇങ്ങനെ 2 റൂം പേര് കയറണ്ടെന്ന് വെച്ചിട്ടാണ്, നിങ്ങൾ ഇവിടെ നിന്നോ എന്ന് പറയാണ്. അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്യുതൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഭൂമി പേടിച്ച് ഡോക്ടറിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഡോക്ടർ വരൂ ഇരിക്കൂ എന്ന് പറയണം. പേര് ഭൂമിജ അല്ലേ? അതെ ഡോക്ടർ. ഭൂമിജ എന്ത് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഒരു ചായക്കട നടത്തുവാണ്. ചായക്കട എന്ന് പറഞ്ഞാൽ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓ, അച്ഛൻ എന്ത് ചെയ്യുക? അച്ഛൻ ഒരു ഡ്രൈവറായിരുന്നു, ടാക്സി ഡ്രൈവർ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനൊരു ആക്സിഡന്റ് സംഭവിച്ചു. അതിനുശേഷം ഞാനിപ്പോൾ ഓട്ടോ ഓടാനൊന്നും വിടാറില്ല. ഞാൻ തന്നെയാണ് വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ എന്നെ ചായക്കടയെ സഹായിക്കും അമ്മ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ, ഒരു സാധാരണ കുടുംബമാണ് അല്ലേ? അതെ, അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അന്നന്ന് കഴിയുന്ന ഒരു സാധാരണ കുടുംബം. എന്താ ഡോക്ടർ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, നിങ്ങളുടെ അച്ഛന് ഇതുപോലെ ബ്ലഡ് ഇതിനു മുമ്പ് വന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ഡോക്ടർ, എൻ്റെ അറിവിലാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്നിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല ഇതിനു മുമ്പ് അച്ഛൻ ഇതുപോലെ എന്നോട് പറഞ്ഞിട്ടുമില്ല എന്ന് പറയാണ്. എന്നാ നിങ്ങളുടെ അച്ഛന് ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം ഇതുപോലെ ബ്ലഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛൻ അത് നിങ്ങളത് പറയാത്തതായിരിക്കും എന്ന് പറയാണ്. ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അച്ഛൻ്റെ സ്കാനിങ് റിപ്പോർട്ടും ടെസ്റ്റുകളൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. അച്ഛന് ബ്ലഡ് ക്യാൻസർ ആണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഭൂമിജ ആകെ ഞെട്ടിപ്പോണ. ഡോക്ടർക്ക് തെറ്റിയതായിരിക്കും. ഡോക്ടർ ഒന്നും കൂടി നോക്ക്, അച്ഛൻ്റെ പേര് തന്നെയാണോ? അച്ഛൻ്റെ തന്നെയാണോ റിസൾട്ട് ചോദിക്കുമ്പോൾ, താനിങ്ങനെ അപ്സെറ്റ് ആവല്ലേ, അച്ഛൻ്റെ തന്നെയാണ് റിസൾട്ട് വന്നിരിക്കണത്. അല്ല ഡോക്ടർ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, താനിങ്ങനെ കരയല്ലേ, എൻ്റെ ഇത്രയും നാൾ ഞാൻ കേട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ താൻ നല്ല സ്ട്രോങ് ആണല്ലോ. ഇത്രയും നാൾ ഒറ്റക്കൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, പഠിപ്പ് നിർത്തി അച്ഛനെ അമ്മേനെ നോക്കുന്നു. തനിക്ക് നല്ല ധൈര്യമുള്ളൊരു മോളല്ലേ, തന്നെ പോലത്തെ ഒരു മോളെ കിട്ടിയത് അച്ഛൻ്റെ അമ്മേൻ്റെ ഭാഗ്യമല്ലേ. അപ്പോൾ ഭൂമിജ പറഞ്ഞില്ല ഡോക്ടർ, എന്നെ പോലത്തെ ഒരു മോള് കിട്ടിയത് ആ അച്ഛൻ്റെ അമ്മയും ഭാഗ്യമല്ല, അങ്ങനത്തെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. അത്ര നല്ലൊരു അച്ഛനും അമ്മയാണ് അത്. എൻ്റെ അച്ഛനൊന്നും സംഭവിക്കില്ല ഡോക്ടർ, എവിടെ വേണമെങ്കിലും കൊണ്ട് ചികിത്സിക്കുക, അച്ഛൻ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ ഡോക്ടർ, എങ്ങനെയെങ്കിലും അസുഖം ഒന്നും മാറ്റിത്തരോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ, സോറി ഭൂമി, എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്, ഇത് ലാസ്റ്റ് സ്റ്റേജാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്യേണ്ട സമയങ്ങളൊക്കെ കടന്നുപോയി. തൻ്റെ അച്ഛൻ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഇതിന് മുമ്പ് വന്നപ്പോൾ അതൊന്നും തന്നെ കാര്യമാക്കിയില്ല, അതിൻ്റെ കുഴപ്പമാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാലോ, ഇതിനിപ്പോൾ നമുക്ക് ചികിത്സിക്കാനായിട്ട് ഒന്നുമില്ല, ഇനി വേദനയില്ല,
അല്ലാതെ വേണ്ട ഡോക്ടർ, അങ്ങനെയൊന്നും പറയണ്ട. അച്ഛനാ ഡോക്ടർ എങ്ങനെയെങ്കിലൊക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണിച്ചാലോ? ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇത് തന്നെയായിരിക്കും. പിന്നെ നിങ്ങളുടെ സമാധാനത്തിന് വേറൊരു ഡോക്ടറെ കാണാവുന്നതാണ്. ഞാൻ റിസൾട്ടും ടെസ്റ്റും കാര്യങ്ങളുടെയൊക്കെ സമ്മറി എല്ലാം തന്നെ തരാം എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുകയാണ്. ഭൂമി ആകെ ഷോക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങാട്ടോ. ചോദിക്കണ്ടേ, എന്താ മോളെ ഡോക്ടർ എന്താ പറഞ്ഞത്? ഞാൻ പെട്ടെന്ന് തട്ടിപ്പോകുന്നതിനാണോ പറഞ്ഞത്? അച്ഛാ ദേ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ, അച്ഛനെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലേ? ഇല്ല, ഒരു കുഴപ്പമില്ല. ആഹാ, അപ്പൊ അത്രയേ ഉള്ളു കാര്യം, വെറുതെ പേടിപ്പിക്കാനായിട്ട് പൈസയും കളഞ്ഞു. വാ മോളെ എന്ന് പറഞ്ഞിട്ട് മോളെയും കൂട്ടിക്കൊണ്ട് അച്ഛൻ വീട്ടിലേക്ക് പോകണം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമി എത്തുമ്പോൾ തന്നെ ഭയങ്കര തലവേദന എന്ന് പറഞ്ഞ് കിടക്കാട്ടോ. റൂം വാതിലടച്ച് കിടക്കാണ്. ഇവൾക്ക് ഇതെന്ത് പറ്റി എന്ന് അംബികയും ആലോചിക്കുന്നുണ്ട്. ഭൂമി കരച്ചിലോട് കരച്ചിലാട്ടോ. രാത്രി ലൈറ്റ് ഓഫ് ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഭൂമി പൊട്ടിക്കരയാനായിട്ട്. അതിനുശേഷം എല്ലാം തകർന്ന് തരിപ്പണമായ ഭൂമി പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയോ, പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതിയേക്കണ ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, അത് നിലത്തിട്ടിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഭൂമിക്ക് ആകട്ടെ പ്രഷറും ടെൻഷനും ദേഷ്യവും ഒക്കെ വന്നിട്ട് പോലീസുകാർക്കൊക്കെ കയറുവാട്ടോ. അപ്പൊ അംബിക ഭൂമിനെ പിടിച്ച് മാറ്റുന്നൊക്കെ ഉണ്ട്. അതേസമയം അജയിന്റെ ജീവിതം വേറൊരു വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അജയ്ക്ക് ഓൾറെഡി ഒരു ലവർ ഉണ്ട്. ആ ലവറിന്റെ ഓർമ്മകളിലാണ് അജയ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് മുത്തശ്ശി നമ്മുടെ അഞ്ജനിയായിട്ടുള്ള വിവാഹത്തിന് വാക്ക് കൊടുത്തിരിക്കുന്നത്, അമ്മായിയായിട്ട്. ഇതെന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അജയ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ സത്യനാണെങ്കിൽ അജയനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അജയനോട് പറയണ്ട, അമ്മയാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്, ഈ വാക്ക് പാലിച്ചേ പറ്റൂ. എടാ, നിന്റെ പാസ്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് കഴിഞ്ഞു മോനെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അവളിപ്പോൾ എവിടെയാണോ എന്താണോ ഒന്നും തന്നെ നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നീ ഇനിയിപ്പോൾ അഞ്ജനെ വിവാഹം കഴിച്ച് ജീവിക്കണതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞു വെച്ചത്. അഞ്ജനയും എൻ്റെ മകൾ അഭിരാമിയും രണ്ടുപേരും നിന്റെ മുറപ്പെണ്ണുങ്ങളായിരുന്നു. രണ്ടുപേരും മിടുക്കികളുമായിരുന്നു. അതിലാരെ വിവാഹം കഴിക്കണമെന്ന് വലുതാകുമ്പോൾ നീ പറയാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം നിനക്ക് രണ്ട് ഓപ്ഷൻ ഇല്ല, ആകെ അഞ്ജന മാത്രമേ ഉള്ളൂ. അഭിരാമി എവിടെയാണെന്ന് അറിയില്ലല്ലോ മോനെ. അതുകൊണ്ട് നീ ഇപ്പോൾ അഞ്ജനയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുക. അത് വീട്ടിലെല്ലാവർക്കും ഒരു സമാധാനമായിരിക്കും. അപ്പോൾ വല്യമ്മ എല്ലാവരുടെ സമാധാനത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ വേണ്ടെന്ന് വെക്കണോ? എടാ, ഞാൻ എന്ത് പറയാനാ? അമ്മയാണെങ്കിൽ ഈ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ അടുത്താ, നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്, വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടി. ഞാൻ എന്താടാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വല്യമാമ ഒന്നും ചെയ്യണ്ട, ഞാനൊന്ന് മുത്തശ്ശിയെടുത്ത് സംസാരിക്കാം എന്ന് പറയാണ്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയുടെ സംസാരിക്കുന്നുണ്ട് അജയ്. അപ്പോൾ അജയ് സംസാരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ നിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്കറിയാം, നിന്റെ അമ്മക്കറിയാം, നിന്റെ സത്യമാമനറിയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എടാ, നിനക്കൊരു ജീവിതം വേണ്ടേ? നിനക്ക് പ്രായം എത്രയെന്നാ നിന്റെ വിചാരം? അതുകൊണ്ട് അഞ്ജനയാണെന്നുണ്ടെങ്കിലോ അവള് കുഴപ്പമൊന്നുമില്ലെന്ന എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്, കാണാൻ രണ്ടുപേരും ചേർച്ചയാണ്. അതുകൊണ്ട് നീ കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നീ അവളെ വിവാഹം കഴിക്കണം. അതാണ് ഈ മുത്തശ്ശിയുടെ ആഗ്രഹം. ഈ വീട്ടിൽ എൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളൊന്നും അനുസരണക്കേട് കാണിക്കില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടുന്ന് പോവാണ്. അജയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അജയ് വീണ്ടും നമ്മുടെ ഗീതു എന്ന് തന്നെ ഞാൻ പറയാം, കാരണം ഗീതാഗോവിന്ദത്തിലെ ഗീതു ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗീതു എന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. അപ്പൊ ആ ഗീതുവിനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവളായിട്ട് പ്രണയിച്ചതും കറങ്ങി നടന്നതും ബീച്ചിൽ പോയതും അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ച് നടന്നതും പള്ളിയിൽ അവള് ആ പെൺകുട്ടി ക്രിസ്ത്യനാണ് കേട്ടോ. ആ പള്ളിയിൽ പോയിട്ട് വന്നതും ഒക്കെ തന്നെ ആലോചിച്ച് നമ്മുടെ അജയ് ആണെങ്കിൽ മനസ്സ് വേദനിച്ച് കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഭൂമിയും അജയും രണ്ട് കോണിലായിട്ട് വിഷമിച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സീരിയൽ എനിക്ക് തുടർന്നിടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ സീരിയൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത് പറയണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.